Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന നിരന്തര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധയിടങ്ങളിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ LDFന്റെ നേതൃത്വത്തിൽ നടത്തിയ സദസ് CPIM ജില്ലാ കമ്മിറ്റി അംഗം C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LDF ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്രയിൽ നടന്ന ജനകീയ പ്രതിരോധം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ജോസ് കെ മാണിയുടേത് കർഷക വിരുദ്ധ നിലപാടെന്ന് കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളൻമട. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ മുഖ്യമന്ത്രി നടത്തുന്ന സമരം കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമരമാണെന്നും ജോസഫ് മുള്ളൻമട ആരോപിച്ചു. മാതമംഗലം പേരൂർ റോഡിലെ വളവിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കുത്തനെയുള്ള ഇറക്കവും വളവുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇറക്കത്തിൽ ക്രാഷ് ബാരിയർ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്നും അപകട വളവുകൾ നേരെയാക്കി റോഡ് പുതുക്കി പണിയണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. അന്യായമായ കോടതി ഫീസ് വർധനയിൽ ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ കോടതി പരിസരത്ത് വെച്ച് ബജറ്റിന്റെ കോപ്പി കത്തിച്ചുകൊണ്ടാണ് ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പഴയങ്ങാടി പാലത്തിനു മുകളിൽ ഇന്നലെ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ട ഗ്യാസ് ടാങ്കർ ലോറിയിൽ നിന്ന് മറ്റൊരു ടാങ്കർ ലോറിയിലേക്ക് ഗ്യാസ് റീഫില്ലിംഗ് ചെയ്തു. താവം മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് റീഫില്ലിംഗ് നടത്തിയത്. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന നിരന്തര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യവുമായി പയ്യന്നൂരിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ LDFന്റെ നേതൃത്വത്തിൽ നടത്തിയ സദസ് CPIM ജില്ലാ കമ്മിറ്റി അംഗം C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന നിരന്തര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യവുമായി പയ്യന്നൂരിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു. ഷെണായി സ്ക്വയറിൽ LDFന്റെ നേതൃത്വത്തിൽ നടത്തിയ സദസ് CPIM ജില്ലാ കമ്മിറ്റി അംഗം C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള ഒരു സമരം ആകണം. കേവലം രാഷ്ട്രീയ സമരമായിട്ട് മാത്രമല്ല. ആ നിലക്കാണ് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തു. നമ്മളെല്ലാം അത് കേട്ടതാണ്, മനസ്സിലാക്കിയിട്ടൊരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ കേരളത്തെ പല കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ അത് മാത്രമല്ല കേരളത്തിലെ പ്രശ്നം. ഈ സമരത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ? PV ദാസൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, M രാമകൃഷ്ണൻ, KP ജ്യോതി, ATP ഫാറൂഖ്, OK രഞ്ജിത്ത്, OT സുകേഷ്, EV സത്യൻ, K രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ജോസ് കെ മാണിയുടേത് കർഷക വിരുദ്ധ നിലപാടെന്ന് കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളൻമട. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ മുഖ്യമന്ത്രി നടത്തുന്ന സമരം കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമരമാണെന്നും മുള്ളൻമട ആരോപിച്ചു. സംസ്ഥാന ബജറ്റിൽ ഒന്നും നൽകാതെ കേരളത്തിലെ കർഷകരെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും
റബ്ബറിന് 250 രൂപ തറവില നിശ്ചയിക്കുമെന്ന പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ മുന്നണി 7 വർഷത്തിനുള്ളിൽ റബ്ബർ കർഷകർക്ക് കൊടുത്തത് 10 രൂപയുടെ വർധനയാണെന്നും ഇതിലൂടെ കേരളത്തിലെ കർഷകരെ അവഹേളിക്കുകയാണ് ചെയ്തതെന്നും കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളൻമട പറഞ്ഞു. റബ്ബർ ബോർഡിൻ്റെ ഇപ്പോഴത്തെ നിലപാട് തീർത്തും നിരാശാജനകമാണ്. കേരളത്തിൽ നിന്ന് ഈ റബ്ബർ ബോർഡിൻ്റെ ഓഫീസ് പോലും ഉത്തരേന്ത്യയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ അവരുടെ സ്റ്റാഫിനെ വെട്ടിക്കുറയ്ക്കുന്നു. പുതിയ റബ്ബർ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡി നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നു. റബ്ബർ കയറ്റുമതിക്കുള്ള ഇറക്കുമതി ചുങ്കം അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കണമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ കർഷകരുടെ ആവശ്യമാണ്. അതിതുവരെ സാധ്യതപ്രായമാക്കുന്നതിന് അവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കേന്ദ്ര ബഡ്ജറ്റിലും ഈ റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനുതകുന്ന ഒരു പദ്ധതിയും ബജറ്റിലില്ല. റബ്ബറിന്റെ താങ്ങുവിലയിൽ 10 രൂപയുടെ വർധനവ് വരുത്തിയത് കർഷകർക്ക് സഹായകരമാണ് എന്ന് പറഞ്ഞ ജോസ് കെ മാണി താങ്ങുവില 200 രൂപയിലെങ്കിലും എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം പോലും വെച്ചില്ല. റബ്ബർ കർഷകരെ സഹായിക്കേണ്ട റബ്ബർ ബോർഡും കർഷക വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ജോസഫ് മുള്ളൻമട പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ മുഖ്യമന്ത്രി നടത്തുന്ന സമരം കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമരമാണെന്നും അദ്ദേഹം ആരോപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച LDF ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്രയിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും MPമാരും MLAമാരും പങ്കെടുത്ത ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച LDF ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്രയിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എന്തേ കേരളത്തിന് ഞങ്ങൾക്ക് ലഭിക്കാനുള്ള പണം തരാത്തത് എന്ന ചോദ്യത്തിന് കേന്ദ്രം പറയുന്ന മറുപടി എന്താണെന്നറിയും? കേരളത്തിന് ഇനി എന്തിനാണ് പണം ലഭിക്കുന്നത്? കേരളത്തിൽ വലിയ വികസനം നടന്നിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ സൗകര്യമുണ്ട്. പിന്നെ എന്തിനാണ് പണം നൽകുന്നത് എന്നാണ്. കേരളം ആർജിച്ച നേട്ടങ്ങൾ അത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ കയ്യിൽ വന്ന് വീണതല്ലോ. കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ ഭരണമെല്ലാം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന നയങ്ങളുടെയും സമീപനത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ സൗകര്യങ്ങൾ കേരളത്തിന് ലഭിച്ചത്. സി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. IV ശിവരാമൻ, മാടക്ക കുഞ്ഞിക്കണ്ണൻ, TT ദിവാകരൻ, MV രവി, KC തമ്പാൻ മാസ്റ്റർ, A മാധവൻ, MV ശകുന്തള തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാതമംഗലം പേരൂർ റോഡിലെ വളവിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കുത്തനെയുള്ള ഇറക്കവും വളവുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇറക്കത്തിൽ ക്രാഷ് ബാരിയർ സ്ഥാപിക്കാനാവശ്യമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്നും അപകട വളവുകൾ നേരെയാക്കി റോഡ് പുതുക്കിപ്പണിയണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. മാതമംഗലം എരമം റോഡിൽ പേരൂർ ഭാഗത്താണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. കുത്തനെയുള്ള ഇറക്കവും വളവുമാണ് അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം. മെക്കാഡം ടാറിംഗ് നടത്തുമ്പോൾ തന്നെ അപകട സാധ്യതയും റോഡിന്റെ പ്രശ്നങ്ങളും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കണ്ടിരുന്നില്ലെന്നും ഇതോടെ ആഴ്ചയിൽ മിനിമം 2 തവണയെങ്കിലും ഇവിടെ വാഹനാപകടങ്ങൾ നടക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ആഴ്ചയിൽ 2-3 അപകടങ്ങളില്ലാത്ത ഒരാഴ്ചയും ഇവിടെ കടന്നുപോയിട്ടില്ല. നമ്മുടെ ഈ റോഡിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഈ മെക്കാഡം ടാർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ് പലരും. പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ വേണ്ടി അവർ തയ്യാറായിട്ടില്ല. നിരവധി വാഹനങ്ങൾ സ്ഥിരമായി ചീറിപ്പാഞ്ഞു പോകുന്ന ഈ റോഡിന് നമ്മളൊക്കെ പറഞ്ഞിട്ടും അതിന് കൃത്യമായ ഒരു സൈഡ് ബാരിയർ ഉണ്ടാക്കിയിട്ടില്ല. റോഡ് ആവശ്യത്തിനുള്ള വീതിയില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അപകടം. ആഴ്ചയിൽ നല്ല ഗുരുതരമായ പരിക്ക് പറ്റിയ അപകടം ആഴ്ചയിൽ 2 എണ്ണം ഇല്ലാത്തൊരാഴ്ചയും കടന്നുപോയിട്ടില്ല. നിരന്തരമായി നമ്മളിത് അധികൃതരോട് ആവശ്യപ്പെടുന്നതാണ്, നിങ്ങൾ എന്തെങ്കിലും ഇതിന് പരിഹാരം കണ്ടെത്തണം. പക്ഷെ അത് മുഖവിലക്കെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വിഷയം. ദിനംപ്രതി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഇറക്കത്തിൽ നിന്ന് നിയന്ത്രണം വിട്ടും മറ്റും നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇറക്കത്തിൽ ക്രാഷ് ബാരിയർ സ്ഥാപിക്കാനാവശ്യമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്നും അപകട വളവുകൾ നേരെയാക്കി റോഡ് പുതുക്കിപ്പണിയണമെന്നുമാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
പഴയങ്ങാടി പാലത്തിനു മുകളിൽ ഇന്നലെ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ട ഗ്യാസ് ടാങ്കർ ലോറിയിൽ നിന്ന് മറ്റൊരു ടാങ്കർ ലോറിയിലേക്ക് ഗ്യാസ് റീഫില്ലിംഗ് ചെയ്തു. താവം മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് റീഫില്ലിംഗ് നടത്തിയത്. പഴയങ്ങാടി പാലത്തിനു മുകളിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട ഗ്യാസ് ടാങ്കർ ലോറി ഇന്നലെ വൈകിട്ടോടെ പഴയങ്ങാടി മേൽപ്പാലത്തിന് താഴേക്ക് സുരക്ഷിതമായി മാറ്റിയിരുന്നു. അപകടത്തിൽപ്പെട്ട ഗ്യാസ് ടാങ്കർ ലോറിയിൽ നിന്നും ഇന്ന് രാവിലെ മുതൽ പാചകവാതകം മറ്റൊരു ലോറിയിലേക്ക് മാറ്റാൻ ആരംഭിച്ചു. IOCയിലെ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായി സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയാണ് റീഫില്ലിംഗ് പ്രവൃത്തി നടത്തിയത്. സുരക്ഷിതമായ സജ്ജീകരണങ്ങൾ ഞങ്ങൾ ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. അവർ പ്രഷർ ഉപയോഗിച്ചിട്ടാണ്, മുമ്പ് വാട്ടറിലേക്കൂടെയാണ് ഇത് റീഫില്ലിംഗ് സംവിധാനം നടത്തപ്പെടുന്നത്. ഇപ്പോൾ അവർ പ്രഷർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്, പ്രഷറൈസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന സമയത്താണ് ഞങ്ങളുടെ സേവനം അത്യാവശ്യമായിട്ട് വരുന്നത്. ഗ്യാസ് ലീക്കായ സമയത്ത് ആവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ സേവനം ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ട എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും ONGC ഓഫീസറുമായി സംസാരിച്ച് രാവിലെ തന്നെ ഒരുക്കിയിട്ട് ഞങ്ങളിവിടെ സ്റ്റാൻഡ് ബൈ നിലകൊള്ളുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അന്യായമായ കോടതി ഫീസ് വർധനയിൽ ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ 2024-25 വർഷ ബജറ്റിൽ പ്രഖ്യാപിച്ച കോടതി ഫീസ് വർധനവ് ജനവിരുദ്ധമാണെന്നും നീതിപീഠത്തെ ആശ്രയിക്കുന്ന പാവപ്പെട്ടവർക്കും കുടുംബ കോടതികളെ സമീപിക്കുന്ന നിർധനരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കരിനിയമമാണെന്നും ആയത് പിൻവലിക്കും വരെ ശക്തമായ പ്രതിഷേധങ്ങൾ കേരളത്തിലെ കോടതികളിലും പൊതുസ്ഥലങ്ങളിലും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ബജറ്റിന്റെ കോപ്പി കത്തിച്ച് പയ്യന്നൂർ കോടതി പരിസരത്ത് വച്ച് പയ്യന്നൂർ യൂണിറ്റ് പ്രതിഷേധിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV മധുസൂദനന്റെ അധ്യക്ഷതയിൽ DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. K പത്മനാഭൻ, നൌഷാദ് വാഴവളപ്പിൽ, സുമേഷ് തോമസ്, വാഹിദ മൊയ്തീൻകുട്ടി, ഷിജു K തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യവുമായി കുഞ്ഞിമംഗലം ആണ്ടാങ്കോവലിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയ്ക്കും അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധത്തിനും എതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യവുമായി കുഞ്ഞിമംഗലം ആണ്ടാങ്കോവലിൽ നടന്ന ബഹുജന സദസ് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താവം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്ഥാന ഗവൺമെന്റിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഒരു സൂചിപ്പിച്ചുകൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് രാജ്യത്ത് ആദ്യമായി വേറെ ഒരു സ്ഥലത്തും ഇതുപോലെയില്ല. എല്ലാ മന്ത്രിസഭ ആകെ തന്നെ വന്ന് 140 അസംബ്ലി മണ്ഡലങ്ങളിലും മന്ത്രിമാർ ആകെ പങ്കെടുത്തുകൊണ്ട് വിപുലമായ പരിപാടി നടത്തി നമുക്കറിയാം. അതിൽ ഏറ്റവും തന്നെ ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ അത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിലായ കാര്യങ്ങളെല്ലാം നിന്നുണ്ട്. ഇപ്പോഴെന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സത്യസന്ധമായ വാർത്ത ജനങ്ങൾ എത്തിക്കാതിരിക്കുക. KV വാസു അധ്യക്ഷത വഹിച്ചു. TV കൃഷ്ണൻ നായർ, T ചന്ദ്രൻ, ഷംസുദ്ദീൻ, രമിൽ, കരുണാകരൻ VK, V ശങ്കരൻ, P ലക്ഷ്മണൻ, PP തമ്പായി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ വീരവിമുക്ത ദിനം പയ്യന്നൂർ നഗരസഭാതല ഉദ്ഘാടനം കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭയുടെയും പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ ദേശീയ വീരവിമുക്ത ദിനത്തിന്റെ ഭാഗമായി കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നഗരസഭാതല പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വിളർച്ച പോലെയുള്ള രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയും എന്നതാണ്. ചില കുട്ടികളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വിളർച്ച രോഗം പിടിപെട്ട് ഭക്ഷണത്തിനൊന്നും രുചിയില്ലാതെ കണ്ട് വല്ലാത്ത നിലയിൽ ചില ഒറ്റപ്പെട്ടെങ്കിലും ചില കുട്ടികളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും എന്നതാണ്. പല രോഗങ്ങളും നമ്മുടെ രാജ്യത്തിനകത്ത് മാറ്റിയെടുത്തത് ചെറുപ്പം മുതലേ പ്രതിരോധ മരുന്നുകൾ നൽകിയതിന്റെ ഭാഗമായിട്ടാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ, നഗരസഭാ കൗൺസിലർ M ആനന്ദൻ,
പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ, ഹെഡ്മിസ്ട്രസ് ഇ എൻ വീണാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ ആർ, JPHN KM സരിത, MLSP സൗമ്യ, വത്സൻ മാസ്റ്റർ എന്നിവർ കുട്ടികൾക്ക് ഗുളിക വിതരണം ചെയ്യുന്നതിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അവഗണിക്കുന്നതായി ആരോപിച്ചുള്ള CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഡൽഹി പ്രക്ഷോഭത്തിന് പിന്തുണയുമായി CPM പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. CPM പാലയാട്, കുളപ്പുറം ഈസ്റ്റ് ബ്രാഞ്ചുകളുടെ ആഭിമുഖ്യത്തിൽ പരിയാരം മെഡിക്കൽ കോളേജ് പരിസരത്ത് CPM പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിന് CPM ചെറുതാഴം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം P സനൂപ്, പാലയാട് ബ്രാഞ്ച് സെക്രട്ടറി P നിഷാദ്, കുളപ്പുറം ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി രജീഷ് PP, M ശിവകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാടായി പഞ്ചായത്ത് LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. INL നേതാവ് U മഹമ്മൂദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ മാടായി പഞ്ചായത്ത് LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബഹുജന സദസ്സ് INL നേതാവ് U മഹമ്മൂദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ഒരു ഭാഗത്ത് വർഗീയ കലാപങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ഇത്തരം സംസ്ഥാനങ്ങൾക്ക് നേരിടുന്ന അവഗണനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ മുഖ്യപ്രഭാഷണം നടത്തി. P ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. M രാമചന്ദ്രൻ, PV വേണുഗോപാൽ, P പ്രഭാവതി തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന്റെ ഭാഗമായി എരിപുരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പഴയങ്ങാടിയിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള വനിതാ കമ്മീഷൻ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ജാഗ്രതാ സമിതി പരിശീലനം സംഘടിപ്പിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ ഉദ്ഘാടനം ചെയ്തു. കേരള വനിതാ കമ്മീഷൻ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ജാഗ്രതാ സമിതി പരിശീലനം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതെ, ദുരന്തം സംഭവിക്കുന്നതിന് മുന്നേ അത് തടയാൻ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ വാർഡിനെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുവരാൻ പറ്റൂ. നല്ലൊരു സൗഹൃദമായിട്ടുള്ള ഒരു വാർഡായി മാറ്റാനും അതുവഴി നമ്മുടെ പഞ്ചായത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാനും അതുവഴി നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ നമുക്ക് സാധിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K മോഹനൻ, TV സുധാകരൻ, MV പ്രീത, സ്മിത K കുന്നിൽ, TV സ്വപ്ന എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 15 വാർഡുകളിലെയും ജാഗ്രതാ സമിതി അംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തായ്നേരി കുറിഞ്ഞിയാറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 9 വെള്ളിയാഴ്ച നടക്കുന്ന മെഗാ പൂരക്കളിയുടെയും ഒപ്പം പൂരക്കളി അരങ്ങേറ്റത്തിന്റെയും ഭാഗമായി സപ്ലിമെന്റ് പ്രകാശനം നടന്നു. കുറിഞ്ഞി ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. തായ്നേരി ശ്രീ കുറിഞ്ഞിയാറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതി കാവിലെയും തായ്നേരി ശ്രീ കുറിഞ്ഞിയാറയിലെയും 500ഓളം കലാകാരന്മാർ ഒരുക്കുന്ന മെഗാ പൂരക്കളിയുടെയും ഒപ്പം പൂരക്കളി അരങ്ങേറ്റത്തിന്റെയും ഭാഗമായി സപ്ലിമെന്റ് പ്രകാശനം നടന്നു. തലയന്നേരി പൂമാല ഭഗവതിക്കാവ് അന്ത്യതിരിയൻ മുണ്ടിയാട്ട് കുഞ്ഞിരാമനിൽ നിന്നും പൂരക്കളി മറുത്തുകളി ആചാര്യൻ കാഞ്ഞങ്ങാട് ദാമോദരൻ പണിക്കർ സപ്ലിമെന്റ് ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ജയപ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ശ്യാംലാൽ, അശോകൻ മാസ്റ്റർ, രാമകൃഷ്ണൻ TM, ഓഡോൾ ജനാർദ്ദനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനികളും അധ്യാപകരും ചേർന്ന് നടത്തിയ ശീതകാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പും റിക്രിയേഷൻ റൂമിന്റെ ഉദ്ഘാടനവും നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മുറ്റത്ത് ഗ്രോ ബാഗുകളിലായാണ് പച്ചക്കറി കൃഷി നടത്തിയത്. കാബേജ്, കോളിഫ്ലവർ എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്തത്. കൂടെ ബീട്രൂട്ട്, ക്യാരറ്റ്, വഴുതിന, പച്ചമുളക് എന്നിവയും കൃഷി ചെയ്തു.
സ്കൂൾ ഓഫീസ് അസിസ്റ്റന്റ് കെ ബാബുവിന്റെ നേതൃത്വത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്, പരിസ്ഥിതി ക്ലബ്ബ്, NSS, ജൂനിയർ റെഡ് ക്രോസ് എന്നിവരും കൃഷിയിൽ പങ്കാളികളായി. നമുക്കിപ്പം പുറത്തുനിന്ന് വാങ്ങുന്നത് വിഷമില്ല സാധനങ്ങളാണ്. ഇപ്പൊ നമ്മൾ സ്കൂള് നട്ടതിന് വളരെ സന്തോഷമുണ്ട്. അത് ഇനിയും തലമുറകളായിട്ട് ഇനിയും എല്ലാവരും നടന്നതാണ് നമ്മളെ ഇത്. വിദ്യാർത്ഥികളുടെ വിശ്രമവേളകളിൽ വിനോദത്തിനായി റിക്രിയേഷൻ റൂമും തുറന്നുകൊടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ VV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ശ്രീശൻ, ലക്ഷ്മണൻ, മടപ്പള്ളി പ്രദീപൻ, NV രാമകൃഷ്ണൻ, നജീബ് മുട്ടം, സന്ധ്യ, P പ്രമോദ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കഥകളുടെ വിസ്മയലോകം തുറന്ന് കുന്നരു മലയാളം വായനശാല ഗ്രന്ഥാലയം ബാലവേദി 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച കഥോത്സവത്തിന് തുടക്കമായി. കണ്ണൂർ ഡയറ്റ് അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കഥകളുടെ വിസ്മയലോകം തുറന്ന് കുന്നരു മലയാളം വായനശാല ഗ്രന്ഥാലയം ബാലവേദി 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച കഥോത്സവത്തിന് തുടക്കമായി. കണ്ണൂർ ഡയറ്റ് അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദിയ KV, പൗർണമി VV, അമേയ P എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ യുവജന കേന്ദ്രം ഉയിർപ്പ് ലഹരിവിരുദ്ധ കലാജാഥ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ നടന്ന സമാപന സമ്മേളനം നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കണ്ണൂർ ജില്ലാ യുവജന കേന്ദ്രം സംഘടിപ്പിച്ച ഉയിർപ്പ് ലഹരിവിരുദ്ധ കലാജാഥ പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ സമാപിച്ചു. സമാപന സമ്മേളനം നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വിപുലമായ നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത്. നമ്മുടെ സമൂഹത്തിനകത്ത് പുതിയ തലമുറ എന്ന് പറയുന്നത് ലഹരിക്ക് അടിമകളായിത്തീരുന്ന സാഹചര്യം പൊതുവെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും എന്നതാണ്. ജില്ലാ ഓഫീസർ പ്രസീത, ജില്ലാ കോർഡിനേറ്റർ സരിൻ ശശി, PP അനീഷ, അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വീരവിമുക്ത ദിന പരിശീലനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വീരവിമുക്ത ദിന പരിശീലനം നൽകി. സ്കൂൾ അധ്യാപകർ, അങ്കണവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിൽ നമ്മുടെ അംഗൻവാടി അതുപോലെ തന്നെ സ്കൂളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കണമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ തീരുമാനിച്ച് താഴ്ത്തക്കയ്ക്ക് വിവരം കൊടുത്തത്. ഇതിനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതെല്ലാം വാങ്ങി നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ മുന്നിലാണ്. ഗുളിക കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുക്കും, അത് കൃത്യമായിട്ട് വാങ്ങി വെക്കും. പക്ഷെ ഇത് കഴിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുക. വിദ്യാർത്ഥികളുടെ വിളർച്ച അകറ്റുന്നതിനും പഠന നിലവാരം ഉയർത്തുന്നതിനും സാമൂഹിക പ്രതിബദ്ധതയ്ക്കുമായി അധ്യാപകരുടെ ഒരു കർത്തവ്യമെന്ന നിലയിൽ എല്ലാവരും പരിപാടി ഏറ്റെടുക്കണമെന്നും സാമൂഹിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് പദ്ധതി വിജയിപ്പിക്കണമെന്നും പ്രസിഡന്റ് ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഓങ്കാർനാഥ് വിഷയാവതരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് ക്ലാസ് എടുത്തു. ഗുളിക വിതരണത്തിന്റെ പരിശീലനവും നൽകി. വിരഗുളിക ദിനത്തിന്റെ ഭാഗമായി 1 മുതൽ 19 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നാളെ സ്കൂൾ അങ്കണവാടി മുഖേന ഗുളിക ലഭ്യമാക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഗുളിക ലഭിക്കാത്തവർക്ക് ഫെബ്രുവരി 15-ന് ഗുളിക വിതരണം ചെയ്യും. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ TM സതീശൻ മാസ്റ്റർ, M പ്രിയാദേവി, VP ഗീത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രസിദ്ധമായ എരമം കടയക്കര മഖാം ഉറൂസിന് തുടക്കമായി. കടയക്കര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് KP യൂസുഫ് പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. ഫെബ്രുവരി 8 മുതൽ 12 വരെയാണ് ഉറൂസ്. പ്രസിദ്ധമായ എരമം കടയക്കര മഖാം ഉറൂസിന് തുടക്കമായി.
ഫെബ്രുവരി 8 മുതൽ 12 വരെയാണ് ഉറൂസ് നടക്കുക. കടേക്കര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് KP യൂസുഫ് പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. ഫെബ്രുവരി 9 രാത്രി 7 മണിക്ക് ഇശൽ നൈറ്റ് നടക്കും. ഫെബ്രുവരി 10 രാത്രി 7 മണിക്ക് ശിഹാബുദ്ദീൻ മൗലവി ചെറുപുഴയുടെ നേതൃത്വത്തിൽ ജലാലിയ റാത്തീബ് നടക്കും. ഫെബ്രുവരി 11 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സയ്യിദ് മുഹമ്മദ് ജുനൈദ് തങ്ങൾ മാട്ടൂലിന്റെ നേതൃത്വത്തിൽ ഗത്തം ദുആ നടക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അന്നദാനമുണ്ടാകും. രാത്രി 7 മണിക്ക് സമാപന സമ്മേളനവും കൂട്ടപ്രാർത്ഥനയും നടക്കും. മദനീയം മജ്ലീസിന് ലത്തീഫ് സഖാഫി കാന്തപുരം നേതൃത്വം നൽകും. ഫെബ്രുവരി 12 ഉച്ചയ്ക്ക് 1 മണിക്ക് മൗലീദ് പാരായണം നടക്കും. സയ്യിദ് സൈഫുല്ല അൽ മഷഹൂർ നേതൃത്വം നൽകും. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. രാജ്യപുരസ്കാര ജേതാക്കൾക്ക് അനുമോദനം നൽകി. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് TM സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. GHSS മാത്തിൽ സ്കൂൾ, കേരള സ്റ്റേറ്റ്, ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് രാജ്യപുരസ്കാർ ജേതാക്കൾക്ക് അനുമോദനം നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന ചടങ്ങ് വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് മാത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കുട്ടികളായാലും SPC ആയാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്കൗട്ടുകാരായാലും നമ്മുടെ സ്കൂളും പരിസരവും ഏറ്റവും ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ ഭക്ഷണ കാര്യത്തിൽ വളരെ വൈകിട്ടാണ് പൊതുവെ നമ്മുടെ ആശുപത്രി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഒരുപാട് കുട്ടികൾ വളർച്ച ബാധിതരായിട്ടുള്ള കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭക്ഷണശീലം നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ മറ്റ് ഭക്ഷണം നിവേദ TK, ദേവദർ ഷാർ, ആദിദേവ് V, യദുകൃഷ്ണൻ, നയൻരാജ്, ജഗത് ഗോപാൽ തുടങ്ങിയവർ അനുമോദനം ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് VV ഭാർഗവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KP രമേശൻ, VV ചന്ദ്രൻ മാസ്റ്റർ, സുലേഖ P, MP രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 15 വർഷക്കാലമായി നടത്തിവരുന്ന പ്രാപ്പോയിൽ അജ്മീർ ആണ്ട് നേർച്ചയും ഗരീബ് നവാസ് ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സന്നദ്ധാന സമ്മേളനവും പ്രാപ്പോയിൽ ഗരീബ് നവാസ് നഗറിൽ ശനിയാഴ്ച നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പ്രാപ്പോയിൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് M സുബൈർ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന ഖബർ സിയാറത്തിന് സ്ഥലം ഇമാം അബ്ദുൽ ലത്തീഫ് അഹ്സനി നേതൃത്വം നൽകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഗത്തമുൽ ഖുർആൻ ദുആയ്ക്ക് അഹമ്മദ് കബീർ ബുഹാരി എടരിക്കോട് നേതൃത്വം നൽകും. വൈകിട്ട് 7 മണിക്ക് അലിക്കുഞ്ഞി ദാരിമി എരിവാട്ടി പ്രാരംഭ പ്രാർത്ഥന നയിക്കും. സ്ഥലം ഖതീബ് നൂർ മുഹമ്മദ് മിസ്ബാഹി അധ്യക്ഷത വഹിക്കുന്ന സന്നദ്ധാന സമ്മേളനം KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ സലാം മുസ്ലിയാർ ദേവർശാല മുഖ്യപ്രഭാഷണം നടത്തും. അസൈദ് മുത്തനൂർ തങ്ങൾ സന്നദ്ധാനം നിർവഹിക്കും. ചടങ്ങിൽ കർണാടക വഖഫ് ബോർഡ് മുൻ ചെയർമാൻ മുഹമ്മദ് ഷാഫി സഅദി ബാംഗ്ലൂരും പങ്കെടുക്കും. സയ്യിദ് മുഹമ്മദ് ജുനൈദുൽ ബുഹാരി മാട്ടൂൽ സമാപന കൂട്ടുപ്രാർത്ഥന നയിക്കും. MDP ഖാലിദ്, MA സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നൂർ മുഹമ്മദ് മിസ്ബാഹി, അബ്ദുൽ ലത്തീഫ് അസ്സനി, ഷറഫുദ്ദീൻ മുസ്ലിയാർ, MDP ഖാലിദ്, M സുബൈർ, അബ്ദുൽ നാസർ സഖാഫി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന നിരന്തര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധയിടങ്ങളിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ LDFന്റെ നേതൃത്വത്തിൽ നടത്തിയ സദസ് CPIM ജില്ലാ കമ്മിറ്റി അംഗം C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LDF ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്രയിൽ നടന്ന ജനകീയ പ്രതിരോധം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ജോസ് കെ മാണിയുടേത് കർഷക വിരുദ്ധ നിലപാടെന്ന് കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളൻമട. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ മുഖ്യമന്ത്രി നടത്തുന്ന സമരം കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമരമാണെന്നും ജോസഫ് മുള്ളൻമട ആരോപിച്ചു. മാതമംഗലം പേരൂർ റോഡിലെ വളവിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കുത്തനെയുള്ള ഇറക്കവും വളവുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇറക്കത്തിൽ ക്രാഷ് ബാരിയർ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്നും അപകട വളവുകൾ നേരെയാക്കി റോഡ് പുതുക്കി പണിയണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. അന്യായമായ കോടതി ഫീസ് വർധനയിൽ ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു.
പയ്യന്നൂർ കോടതി പരിസരത്ത് വെച്ച് ബജറ്റിന്റെ കോപ്പി കത്തിച്ചുകൊണ്ടാണ് ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പഴയങ്ങാടി പാലത്തിനു മുകളിൽ ഇന്നലെ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ട ഗ്യാസ് ടാങ്കർ ലോറിയിൽ നിന്ന് മറ്റൊരു ടാങ്കർ ലോറിയിലേക്ക് ഗ്യാസ് റീഫില്ലിംഗ് ചെയ്തു. താവം മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് റീഫില്ലിംഗ് നടത്തിയത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.